ഹലോ, വെൽക്കം ടു വാച്ച് ഹോം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് ഒരു റോസ് പൂണിങ് വീഡിയോ ആണ്. ഞങ്ങളെപ്പോലെ സോൺ 7-ലാണെങ്കിൽ ഇപ്പോഴാണ് റോസ് പ്രൂൺ ചെയ്യേണ്ടത്. കുറച്ചും കൂടി കോൾഡ് ക്ലൈമറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി സമയം നിങ്ങൾക്കുണ്ട്. പക്ഷേ നമുക്ക് ഓൾറെഡി ലേറ്റായി. അത് കാരണമാണ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ആക്ച്വലി റോസ് പ്രൂൺ ചെയ്യാൻ പോയി ഞാൻ ഇടയ്ക്ക് ഡാഫഡിൽ തന്നെ ഡിസ്ട്രാക്റ്റായി പോയി. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇപ്പോൾ തന്നെ റോസ് പ്രൂൺ ചെയ്യാമെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, റോസ് പ്രൂൺ ചെയ്യാൻ 2 സമയത്ത് പ്രൂൺ ചെയ്യാം. ഒന്ന് കഴിഞ്ഞ കൊല്ലം ഫോളിൽ പ്രൂൺ ചെയ്യാം, എല്ലാം നമ്മൾ വിൻ്റർ തുടങ്ങുന്നതിന് മുന്നേ. പിന്നെ ഇപ്പോഴാണ് പ്രൂൺ ചെയ്യുന്നത്. അതിൻ്റെ ഈസിയസ്റ്റ് ഓർത്ത് വയ്ക്കാൻ പറ്റിയ ഒരു ഇൻഡിക്കേറ്റർ എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ബാക്കിലുള്ള ഈ ഫോർസെറ്റിയ പൂക്കുമ്പോൾ ആണ് റോസ് വെട്ടേണ്ടത്. പൂത്ത് പകുതിയായി, കുറച്ചുകൂടി മുന്നേ വെട്ടണമായിരുന്നു. ദിസ് ഓൾവേസ് ഹെൽപ്സ് മീ റിമെമ്പർ വെൻ ഐ ഷുഡ് പ്രൂൺ ദ റോസസ്. പ്രൂൺ ചെയ്യാൻ നമുക്ക് ആവശ്യം, ഓഫ് കോഴ്സ് യു നീഡ് എ പ്രൂണിങ് ഷിയേഴ്സ്, ഗ്ലവ്സ്, നല്ല കട്ടിയുള്ള ഗ്ലവ് വേണം, ബിക്കോസ് മുള്ളുണ്ട് റോസിന്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ കട്ടിങ്സ് ട്രാഷ് ചെയ്യാനുള്ള ബാഗ്. എല്ലാ റോസും ഒരേപോലെ അല്ല പ്രൂൺ ചെയ്യുന്നത്. റോസിൻ്റെ ഗ്രോത്ത് ഹാബിറ്റ് എന്താണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്തിനാ പ്രൂൺ ചെയ്യുന്നത്? അതിന് നല്ല ഷേപ്പ് കിട്ടാനും കൂടുതൽ പൂ ഉണ്ടാകാനാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നത്. നോർമലി ഇതുപോലെ വിട്ട് കഴിഞ്ഞാൽ പൂ ഉണ്ടാവും, പക്ഷെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി ബ്രാഞ്ചസ് അത് ഇൻഡ്യൂസ് ചെയ്യും. അപ്പം കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളപ്പോൾ കൂടുതൽ പൂക്കൾ ഉണ്ടാവും. പ്രൂൺ ചെയ്തില്ലെങ്കിൽ പറ്റുന്നത് ഇതാണ്. ഇതെൻ്റെ ഹൈബ്രിഡ് ടീ റോസാണ്, ക്വീൻ എലിസബത്ത്. പൊക്കം വെച്ച് പോകുന്ന ടൈപ്പ് കപ്പ് റോസാണിത്. ഇത് പണ്ടൊന്നും എനിക്ക് പ്രൂണിങ്ങിനെ പറ്റി അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പ്രൂൺ ചെയ്തില്ല. പിന്നെ സംഭവിച്ചേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു 13 ഇയേഴ്സെങ്കിലും ആയിട്ടുണ്ട് എൻ്റെ അടുത്ത് ഈ ഒരു റോസ്. അപ്പോൾ ഇത് പണ്ടൊന്നും വെട്ടാത്ത കാരണം ഇതിൻ്റെ മെയിൻ കെയിനുകളൊക്കെ നല്ല കട്ടി വന്നു. നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂ ഗ്രോത്ത് മുഴുവനും ഇത്രയും പൊക്കത്തിൽ ആണ്. ഇതാണ് മെയിൻ കെയിൻ. ഇത്രയും പൊക്കത്തിലാണ് വളരണത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതിനെ വെട്ടി ഇത്ര ആയിക്കഴിഞ്ഞാൽ മിക്കവാറും ഇത് സർവൈവ് ചെയ്യില്ല, ബിക്കോസ് ഈ കെയിനൊക്കെ ഹാർഡായി. നമ്മൾ കിളന്ത കെയിനാണ് സാധാരണ വെട്ടുക. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് എനിക്ക് ഈ ഒരു കെയിനുമ്പോൾ മുകളിൽ മാത്രം കുറച്ച് പൂവേ ഉണ്ടാവുള്ളൂ. താങ്ക്ഫുള്ളി ഈ ഒരു റോസ് കടയിൽ നിന്ന് പുതിയൊരു കെയിൻ കഴിഞ്ഞൊരു 2-3 കൊല്ലമായിട്ടുള്ളൂ ഈ ഒരു കമ്പ് വന്നിട്ട്. അത് കാരണം എനിക്കിപ്പോൾ ഈ ഒരു ഐ ലെവലിൽ പൂ വരുന്നുണ്ട്. ഇല്ലെങ്കിൽ എല്ലാം മുകളിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ റോസ് മുറിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ ഇതിൽ എന്തെങ്കിലും ഡെഡ് സ്റ്റെം ഉണ്ടോ നോക്കണം. ഇത് കണ്ടോ, ഈ ഭാഗങ്ങളൊക്കെ ഡെഡാണ്, കണ്ടോ. അപ്പം ഡെഡ് ഭാഗത്തിൽ ഇവിടെ പുതിയൊരു ഗ്രോത്ത് വരുന്നുണ്ട്. ആ ഗ്രോത്ത് വരുന്നതിൻ്റെ മുകൾ ഭാഗത്തേക്ക് മുറിക്കുക. ഓക്കെ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇത് ആക്ച്വലി ഒരു റോങ് ബ്രാഞ്ചാണ്. ഈ ചെടിയുടെ ഉള്ളിലേക്കാണ് ഈ ബ്രാഞ്ച് വളരുന്നത്. അത് നല്ല കാര്യമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളിലേക്ക് ബ്രാഞ്ചുകൾ വളരും തോറും അതിലെ എയർ സർക്കുലേഷൻ കുറയും. അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് ഉള്ളിലേക്കുള്ള സർക്കുലേഷൻ ഇസ് നോട്ട് ഗുഡ്. അപ്പം ഞാൻ ആക്ച്വലി അങ്ങോട്ട് കട്ട് ഇറ്റ് ഓഫ് ഫ്രം ദ ബേസ് സെൽഫ്. ഓക്കെ. ഇനിയിപ്പോൾ ഇതിന് ഡെഡ് ഈ മോൾ ഭാഗം ഡെഡാണ്. അതിൻ്റെ വളരുന്നതിന് കുറച്ച് മുകളിൽ വെച്ചിട്ടാണ് മുറിക്കുന്നത്. ഇവിടെ ഇത് കണ്ട, ഇത് വളരുന്ന സ്ലോട്ടൊന്നും കാണുന്നില്ല. അതിൻ്റെ മുകളിൽ വരെ ഡെഡാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ട്രൈ ടു ഡു ദിസ്. ഇനിയിപ്പോൾ ഇതൊരു ഡെഡ് കെയിനാണ് പഴയത് കേട്ടോ. ഇത് പുറത്തേക്കാണ് വളരുന്നത്. ഐ ക്യാൻ ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഇത് കണ്ടോ, ഉള്ളിൽ കയറി ഇതുമായിട്ട് ഉരസും. ദാറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. സോ ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇവിടെ നിന്ന് ബ്രാഞ്ചസ് ഇത് ചെയ്യുമ്പോൾ മിക്കവാറും ഇനി കട്ട് ചെയ്യേണ്ടി വരും, അറിയില്ല. ഡിപ്പെൻസ് അപ്പോൺ വേർ ഇറ്റ് ഗോസ്. ഇത് കണ്ട, അടുത്തത് ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി. അഗൈൻ നോട്ട് എ ഗുഡ് തിങ്. സിമിലർലി ഇതും കൂടി ഒരയാണ്. പക്ഷേ ഞാനിതിനെ വിട്ടു വന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൂവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കണ്ട, ഇത് ക്രോസായി പോയി. ഞാൻ ഇതും വെട്ടാൻ പോവാണ്. എനിക്കിതിൻ്റെ പൊക്കം കൺട്രോൾ ചെയ്യണം, ബിക്കോസ് മോള് പൂണ്ടായിട്ട് ഒരു കാര്യമില്ല. ലുക്ക് അറ്റ് ദിസ്, ഹൗ ടോൾ ഇറ്റ് ഇസ്. മോള് വരെ കണ്ട, എനിക്ക് അത്രയും പൊക്കത്തിൽ പൂണ്ടായിട്ട് ഒരു കാര്യമില്ല. അത് കാരണം ഐ എം ആക്ച്വലി ഗോൺ ടു ഗോ ബി വെരി ഡ്രാസ്റ്റിക് വിത്ത് ദിസ്. ഈ പൊക്കം മുഴുവൻ ഞാൻ മുറിച്ച് കളയാൻ പോവാം. ഇതിപ്പോൾ കംപ്ലീറ്റ് പൊക്കം കളഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് ഇവിടെ ഡെഡ് ഗ്രോത്ത് ഉണ്ട്, അതുമൊക്കെ ഞാൻ ട്രിം ചെയ്ത് കളയാൻ പോവാം. അത്രയേ ഉള്ളൂ. നത്തിങ് മോർ നീഡഡ്, ബിക്കോസ് ഇതിന് അത്രയും ബ്രാഞ്ച് ഇല്ല. ഇവിടെ ഉണ്ട് കുറച്ച് ഡെഡ് കെയിൻ. കണ്ട, ഇതൊരു ക്ലൈംബിംഗ് റോസ് ആണ്, റെഡ് കളർ. പേര് ഞാൻ മറന്നുപോയി. വാൾമാർട്ട് വാങ്ങിച്ചേക്കുന്നതാണ് $10. ഇത് പക്ഷേ ശരിക്കും ക്ലൈംബ് ചെയ്യുന്നില്ല. അപ്പം ഇതിനെ എനിക്ക് ക്ലൈംബ് ചെയ്യുന്നതാണ് ഇൻഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ പോയത് എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ ഇറ്റ്സ് ഗോയിങ് സംവെയർ. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ ആക്കി വയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കും, ടൈപ്പ് ചെയ്യാനായിട്ട്. അത് കാരണം എനിക്ക് ഈ 2 കമ്പിൻ്റെയും വളർച്ച നിർത്തണ്ട, ബിക്കോസ് ഇറ്റ്സ് എ ക്ലൈംബർ ആൻഡ് ഐ വോണ്ട് ടു ട്രെയിൻ ഇറ്റ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇതിലൊക്കത്തിനും ബ്രാഞ്ച് ഓൾറെഡി വന്നിട്ടുണ്ട്. അറ്റം മാത്രം
കുറച്ചൊന്ന് വെട്ടിക്കൊടുക്കും, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യുന്നില്ല ഞാൻ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഷിയർ അത്ര ഷാർപ്പല്ല. ഇത് കണ്ടോ, ഇത് ഒരിടത്തേക്ക് അങ്ങ് പോകുന്നില്ല. എനിക്ക് പോസിബിളി ഇതിനെ അപ്പുറത്തേക്ക് വരണം. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഐ എം നോട്ട് ഏബിൾ ടു ഡു മച്ച്, ഓർ മേ ബി ഐ ക്യാൻ. ഇത് ഞാൻ എങ്ങനെ വളർത്തുന്നതെന്ന് നോക്കട്ടെ കേട്ടോ. മിക്കവാറും ഇതിൻ്റെ ഉള്ളിൽ കൂടി വിട്ടിട്ട് ഞാൻ ഇതിനെ മുകളിലേക്ക് വിടാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഓക്കെ, കണ്ടോ, അതിനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ട്രെയിൻ ചെയ്ത് വിട്ടു. ഇനിയിപ്പോൾ ഇത് അപ്പുറത്തേക്കൊന്നും വളരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് എനിക്കിത് ട്രെയിൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഇതൊക്കെ ഡെഡാണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡെഡ്, ഇവിടെയും കുറേ കടയൊക്കെ ഡെഡാണ്, ആർക്ക് പച്ച വേണം. ഇതൊക്കെ ക്ലീനപ്പ് വേണം. ഇതിൽ ഇനിയിപ്പം മുറിക്കാനൊന്നുമില്ല. ഈ മൂളത്ത് ഇത് കുറച്ചുകൾ മാത്രമേ ഉള്ളൂ. അത് ആ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ചൊന്ന് തല മാത്രം വെട്ടിക്കൊടുക്കുള്ളൂ. ബിക്കോസ് എനിക്ക് ഇത് ഇനിയും വളരെ ആവേണ്ട. അതുമല്ല ഈ ഷേപ്പ് അതിന് മെയിൻറ്റെയിനും ചെയ്യണം, ഇത് ക്രീപ്പർ ആയതുകൊണ്ട്. ഓക്കെ, ഇതെൻ്റെ ഒരു ഡേവിഡ് ഓസ്റ്റൻ റോസ്റ്റാണ്, ട്രാങ്ക്വിലിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇത് ചട്ടിയിലായിരുന്നു കുറച്ച് കാലം. കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ടുള്ളൂ. ഇത് 3ാമത്തെ കൊല്ലമാണ് ഗ്രൗണ്ടിൽ കേട്ടോ. അപ്പോൾ ചട്ടിയിൽ നിന്ന് ആദ്യം നട്ടപ്പോഴാണ് ഇത് കുറേ വളർന്ന് വന്നത്. ഇത് പക്ഷേ ഒരു ഷ്രബ് റോസാണ്, ക്ലൈംബർ അല്ല. പക്ഷേ ഷ്രബിനാണെങ്കിൽ അതിൻ്റെ കമ്പിനൊന്നും ശക്തിയില്ല. വീനൽസപത്ത് നിന്ന പോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല, ഫുള്ള് വീണ് കിടക്കുള്ളൂ. അതാണ് ഇതിനൊരു സപ്പോർട്ട് വെച്ചേക്കുന്നത്. ഒബലിസ്ക് എന്നാണ് ഇതിന് പറയാം. എനിക്കൊന്ന് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചതാണ്, ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഡെഡ് ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീനപ്പ് ചെയ്യണം. പിന്നെ ഉള്ളിൽ കണ്ട എയർ ഫ്ലോ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യണം. എയർ ഫ്ലോ വേണമെന്ന് പറയുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബ്രാഞ്ചസ് തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ കോസ് ഡിസീസസ് ലൈക്ക് റസ്റ്റ് ആൻഡ് മിൽഡ്യൂ. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീനപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് ആഫ്റ്റർ. ശരിക്ക് കട്ട് ചെയ്തു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലത്തെ കുറച്ച് ബ്രാഞ്ചുകളുണ്ട്. നമ്മൾ എസ്പെഷ്യലി ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ യു കനോട്ട് അവോയ്ഡ് ബ്രാഞ്ചസ് ഇൻസൈഡ്. പക്ഷേ മാക്സിമം നമ്മൾ അതിലെ തിക്കും തിരക്കും കുറയ്ക്കുക എന്നുള്ളതാണ്. കണ്ട, എല്ലാം ക്ലീൻ ചെയ്തു. കുറേ ബ്രാഞ്ചുകളെ കണ്ട ഇതിനെ ചുറ്റും ഈ ഒരു ഓബ്ലിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെയിൻ ചെയ്യാണ്, കെട്ടിയൊക്കെ വയ്ക്കുന്നുണ്ട്. ഭയങ്കര വെയിലുണ്ടായിരുന്നു, കാണാൻ പറ്റുന്നോ അറിയില്ല. എല്ലായിടത്തും കെട്ടി വെച്ചിട്ടുണ്ട്. വേറെ ഐ ക്യാൻ സോ ദ ബ്രാഞ്ചസ് ഡോണ്ട് മൂവ് അറൗണ്ട്. കണ്ടോ, ഇതെൻ്റെ ഡേവിഡ് ഓസ്റ്റൻ റേഡിയോ ഷാലറ്റ് എന്ന് പറഞ്ഞ് പല വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഐ ക്യാൻ ആക്ച്വലി ഷോ യു ഹൗ ഇറ്റ് യൂസ് ടു ഫ്ലവർ എ ഫ്യൂ ഇയേഴ്സ് ബാക്ക്. ഇതിൽ RRV എന്ന് പറഞ്ഞിട്ട് ഒരു വൈറസ് വന്നു. അതിനെപ്പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ചെയ്യാം. ഇത് പൂത്ത് വെക്കുന്ന വീഡിയോവും പിന്നെ ഡിസീസിനെ പറ്റിയിട്ടുള്ള വീഡിയോയും. ഞങ്ങളുടെ ഏരിയയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് RRV, റോസ് റോസറ്റ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വന്നപ്പം എനിക്കിത് പറിച്ച് കളയാൻ സങ്കടം തോന്നിയിട്ട് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം ഫോളിൽ ഞാൻ പറ്റ വെട്ടി കഴിഞ്ഞിട്ട് വളർന്നേക്കുന്നതാണ്. സോഫാർ ഒന്നും കാണുന്നില്ല സിംറ്റം ഓഫ് ദ ഡിസീസ്. ഐ തിങ്ക് കുറച്ച് നാളത്തെയും കൂടി കിട്ടുമായിരിക്കും ഇതിൽ നിന്ന്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഫുള്ള് കവർ ചെയ്തിരുന്ന റോസായിരുന്നു, ക്ലൈംബറാണ്. അത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ആസ് യു ക്യാൻ സി ആ ഷേപ്പ് മുഴുവനായിരുന്നു പോയി. ഇപ്പോൾ രണ്ടാമത് ഞാൻ ഇതിനെ ട്രെയിൻ ചെയ്തിട്ട് ആ ഷേപ്പായി കൊണ്ടുവരികയാണ്. അപ്പം ഇതും അത്ര അധികം ഞാൻ വെട്ടില്ല, ബിക്കോസ് ഐ വോണ്ട് ടു കീപ് ദറ്റ് ഫുൾനെസ് ഇൻ ദ ഷേപ്പ്. എക്സ്ട്രാ ഇതുപോലെ വഴിയിലേക്ക് നടക്കുന്ന സാധനങ്ങൾ മുറിച്ച് കളയും, പിന്നെ ഉള്ളിൽ കൂടി ഗ്രോ ചെയ്യുന്ന മുറിച്ച് കളയും. പിന്നെ ആസ് ലോങ് ആസ് ഐ ക്യാൻ ട്രെയിൻ ഇറ്റ് ക്ലോസർ ടുവേർഡ്സ് ദ ഡെക്ക് സോ ദാറ്റ് ഇറ്റ് കവേഴ്സ് അപ്പ് ദി ഏരിയ. അങ്ങനെ അത്രയേ ഉള്ളൂ ഇത് പ്രൂണിങ്. ഇതാണ് പ്രൂൺ ചെയ്തിട്ടുള്ള വ്യൂ. ബാക്കിലെ വൃത്തിയോടൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യണേ. ഞങ്ങളെല്ലാം വിൻ്റർ ഇവിടെ അവിടെ കൊണ്ട് ഡംപ് ചെയ്തേക്കാണ്. ഇതിപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ പൊക്കത്തിലും പൂ വേണം. അപ്പോൾ ഇവിടെ കാറ്റ്സ്മെൻ്റ് ആണ് കാണുന്നത്, ലാംസ് ഫിയർ ആണ് അവിടെ കാണുന്നത്. അതെല്ലാം ഉള്ള കാരണം ഇവിടെ എയർ സർക്കുലേഷൻ കുറവായിരിക്കും. അതുമല്ല ഇവിടെ ഒരു ഗ്യാപ്പ് വരുമല്ലോ ഈ ഏരിയയിൽ പൂവില്ലെങ്കിൽ. അപ്പോൾ ഇവിടെ ചെറുതായ കമ്പുകളും പിന്നെ ഒരു മിഡ് ലെവലിലെ കമ്പുകൾ പിന്നെ മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഈ കാണുന്ന കമ്പ് ഒരു ഓടെ തോന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാക്കിൽ പണ്ട് ഈ കമ്പ് കെട്ടിയാണ്ടോ അതുപോലെ ഇതിനെ വളരുമ്പോൾ ഇങ്ങോട്ടേക്ക് കെട്ടാനുള്ള പരിപാടിയാണ്. കണ്ട ഈ കമ്പ് ഈ ഒരു കോണിയുടെ സൈഡിലേക്ക്. അതുകൊണ്ടാണ് തട്ടം മാത്രം കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ പൊക്കത്തിൽ നിർത്തിയേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാനിതിനെ ട്രെയിൻ ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കണം. അപ്പോൾ വൈകാതെ തന്നെ വേറെ വീഡിയോ എടുക്കണം കേട്ടോ. പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. താങ്ക് യു ഫോർ വാച്ചിങ്.